പോയ സ്ഥലത്തെ കുറച്ച് കാഴ്ചകളുണ്ട്. അതാദ്യം നമുക്ക് കാണാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട്. 8,000 രൂപ വിലയുള്ള ഒരു മാവിൻ തൈ, മിയാസാക്കി മാവിന്റെ തൈയാന്നാണ് അവര് പറഞ്ഞത്. 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ആരോ കമന്റ് ഇട്ടായിരുന്നു അമ്മയ്ക്ക് ഒരു മൈക്ക് വാങ്ങിച്ചു കൊടുത്തുകൂടെ. പിന്നെ പറയുമ്പോൾ ചിലര് ചോദിക്കും നിങ്ങൾക്ക് ഡെയിലി പിന്നെ വീഡിയോ എന്തിനാ ഇടണേ. അങ്ങനെ കണ്ടിട്ടില്ല ഈ മാങ്ങ. ഇത് കണ്ടിട്ടില്ലേ? നിന്നെ ഞെട്ടിക്കണ വേറൊരു സംഭവം പറയാം. ഒരാള് കമന്റിൽ ചോദിച്ചിട്ടുണ്ട് എനിക്ക് എത്ര കൂടപ്പുറപ്പുകളുണ്ടെന്ന്. അമ്മ എന്നാ ഗോതമ്പ് കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാതിരുന്ന? ഗോതമ്പൊടി ഇല്ല, ആഹാ, അരിപ്പൊടിയേ ഉള്ളു, അതുകൊണ്ടാ. അത് ശരി. അപ്പൊ നമ്മുടെ വീഡിയോ ഇരിപ്പുണ്ടോ, ബാക്കി ഇരിപ്പുണ്ടേ. ഓ അത് ശരി. എനിക്ക് അമ്മ ഇന്ന് വലുതാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ അമ്മയുടെ വീട്ടിൽ പോയ വീഡിയോ എപ്പോഴാ കാണുന്നതെന്ന് തോന്നുന്നല്ലേ? അപ്പൊ വണ്ടി സർവീസ് ചെയ്ത് എടുക്കാൻ പോകുന്നതല്ലേ. അപ്പൊ ദേ ഈ വർഷത്തെ മാംഗോ ഫെസ്റ്റിന് ഞാൻ പോയി എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മാങ്ങയാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. അപ്പൊ ഈ മാംഗോ ഫെസ്റ്റ് എറണാകുളത്ത് സാധാരണ എല്ലാ വർഷവും തന്നെ നടക്കാറുണ്ട്. അപ്പൊ അതിന് ഞാൻ മാത്രമേ ഇത്തവണ പോയുള്ളൂ. എൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ആ വഴി പോയിട്ട് പോരുക ചെയ്തേ. അപ്പൊ ആ പോയ സ്ഥലത്തെ കുറച്ച് കാഴ്ചകളുണ്ട്. അതാദ്യം നമുക്ക് കാണാം. എന്നിട്ട് നിങ്ങൾ ഗസ് ചെയ്യും ഞാൻ എന്തൊക്കെ മാങ്ങയാണ് വാങ്ങിയെന്നുള്ളത്. എല്ലാത്തിൻ്റെയും അടുത്തടുത്ത് ഞാൻ പോയിട്ടുണ്ട്. അതാദ്യം കണ്ടിട്ട് വാട്ടോ. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതെ അതെ അതെ. പിന്നെ ഏറ്റവും വില കൂടിയ ഒരു മാവിൻ തൈ അവിടെ ഉണ്ടായിരുന്നു. 8,000 രൂപ വിലയുള്ള ഒരു മാവിൻ തൈ, മിയാസാക്കി മാവിന്റെ തൈയാന്നാണ് അവര് പറഞ്ഞത്. മിയാസാക്കിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ത്യയിൽ ഒരു സ്ഥലത്തെങ്ങാണ്ട് അത് ഗ്രോ ചെയ്തിട്ടുള്ളൂ. 1 കിലോ മാങ്ങയ്ക്ക് 2.25 ലക്ഷം രൂപ. എന്തോ ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നതാണ്. അപ്പൊ അതിന്റെ മാവിൻ തൈ ആണെന്നാ പറഞ്ഞത്. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി മാങ്ങകളും മാമ്പഴങ്ങളും മാമ്പഴ വിശേഷങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അപ്പൊ അത് നിങ്ങൾ ആദ്യം കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്കിത് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ അന്താരാഷ്ട്ര മാംഗോ ഫെസ്റ്റിവലിൻ്റെ വേദിയിലെത്തി കേട്ടോ. അതെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മെയ് 3 തൊട്ട് 19 വരെയുള്ളൂ. ദാറ്റ് മീൻസ് സൺഡേ വരെ, ഈ കമ്മിങ് സൺഡേ വരെയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങ് എൻട്രി ചെയ്തു കേട്ടോ. ടിക്കറ്റ് കൗണ്ടറൊക്കെ എവിടെയാണെന്ന് നോക്കിയിട്ടാണ് എൻട്രി ചെയ്യുന്നത്. അപ്പുറത്ത് പായസം കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് പിന്നെ പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് തന്നെ കടന്നു. ദേ കണ്ടത് തന്നെ ചക്കയാണ് കേട്ടോ. ഇവിടെയായിരുന്നു ടിക്കറ്റ് കൗണ്ടർ. ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മാമ്പഴം കൂട്ടിയിട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നല്ലൊരു സുഖമുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് നമ്മുടെ അൽഫോൻസി ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അതെയോ ഇനി സിന്ദൂരാണോ എനിക്കറിയില്ല. എനിക്ക് ഇപ്പോഴും മാങ്ങ പെട്ടെന്ന് ഒറ്റ നടത്തി കാണുമ്പോൾ ഐഡൻറ്റിഫൈ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഒരെണ്ണമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അൽഫോൻസി ആകുമ്പോൾ നല്ല ആ മണമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ടിക്കറ്റ് 100 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഞാൻ അകത്തേക്ക് കടക്കുവാണ്. അകത്ത് നല്ല AC ഒക്കെ ഉള്ളത് കാരണം സുഖമായിരുന്നു. അല്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്ലൈമറ്റൊക്കെ ഒന്ന് മാറിയല്ലോ. അപ്പോൾ കയറിയപ്പോൾ തന്നെ നല്ല കണ്ണിന് കുളിർമയുള്ള കുറച്ച് നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. അതെ, ഈ ഒരു ഏരിയയിൽ പകുതി വരെ ഇട്ടിരിക്കുന്നത് ഏതോ ഒരു മാങ്ങയാണ്, എനിക്കറിയില്ല. അതിന് ശേഷം ഇട്ടിരിക്കുന്നത് ശരിക്കും കണ്ടോളൂ, കുറച്ച് വിലപിടിപ്പുള്ള മാങ്ങയാണ് കേട്ടോ. വിലപിടിപ്പുള്ള മാങ്ങ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് 1 കിലോ എഴുതി വെച്ചിരിക്കുന്നത് 840 രൂപയാണ്. അതാണ് വേൾഡ് ഫേമസ് രത്നഗിരി അൽഫോൻസോ മാംഗോ എന്നറിയപ്പെടുന്ന തരത്തിലുള്ള മാങ്ങയാണ്. നമുക്കിവിടെ ഇതേ ടിപ്പിക്കൽ ലുക്കിലുള്ള അൽഫോൻസ മാങ്ങ ഉണ്ട് കേട്ടോ. അത് ഇപ്പം ഉണ്ടാവണില്ല, മരം ഒരുപാട് വയസ്സായി. അത് കാരണമാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഒരുപാട് ഉണ്ടാവുമായിരുന്നു. അതിൻ്റെ ആ ഒരു രുചിയും മണവും ഒക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അത് കണ്ടപ്പോൾ. അപ്പോൾ ദേ മാങ്ങകളോടൊപ്പം നിന്ന് ഞാനൊരു സെൽഫി എടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോ മാവിൻ്റെ ചോട്ടിൽ നിന്നാണ് പെട്ടെന്ന് വന്നത് കേട്ടോ. ഓരോ നമുക്ക് ഇങ്ങനെ പല വെറൈറ്റി മാങ്ങകൾ ഇങ്ങനെ കൂന കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു ടംബ്ലറിൽ. അപ്പോൾ ഒരു ബിഗ് ഒരു ടംബ്ലറിൽ. അപ്പോൾ ദേ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് പഞ്ചാര വരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങയാണ് ആ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ തന്നത് കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോൾ എൻ്റെ കയ്യിൽ ഫോണുകളും പിന്നെ അതുപോലെ പൈസയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് താഴെ പോയപ്പോൾ ആ ചേട്ടൻ എന്നോട് പറയുമായിരുന്നു ചാടി പിടിച്ചോന്ന്. അപ്പോഴും അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ ഫോൺ അതിലേക്കാണ് സൂം ചെയ്യുന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാവണതാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ഒരു മാങ്ങ നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ വില അങ്ങനെ നമുക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഇത് മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും വില എന്ന് എനിക്കറിയില്ല. ബട്ട് വീട്ടിലുണ്ടായിരുന്ന ഈ ടൈപ്പ് അൽഫോൻസോ ദ ബെസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു പുളി കലർന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മധുരമുള്ളൊരു മാങ്ങയായിരുന്നു. ഇനി നമുക്ക് ഓരോന്ന് കാണാം. ഹരിവങ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാങ്ങയാണ്. എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും നമ്മുടെ നാട്ടിലും കൂടുതൽ
കൂടുതലും പുറത്തുനിന്ന് വന്നിട്ടുള്ള മാങ്ങകളാണ് കൂടുതലും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് കണ്ടേ MH റസ്പൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാങ്ങ. ഇതും നമ്മുടെ സേലം അല്ലെങ്കിൽ തോട്ടാപ്പൂരിയൊക്കെ ഒരുപോലെ ഉണ്ട് കാണാനായിട്ട്. ഇതേതാണ്? ഇത് നമ്മുടെ ബങ്കനപ്പള്ളി അല്ലേ. പേര് എഴുതി വെച്ചിട്ടില്ലേ, അതിൻ്റെ സൈഡിൽ തന്നെ വില വിവരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ അവിടെ മാംഗോ ജ്യൂസും കൊടുക്കുന്നുണ്ട് ലൈവായിട്ട് തന്നെ. അപ്പോൾ ഇത് ഏത് മാങ്ങയാണ്? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മല്ലികയാണെന്ന് തോന്നുന്നു. യെസ്, മല്ലികയാണ്, കറക്റ്റാണ്. മല്ലിക എനിക്ക് ഇഷ്ടമുള്ളൊരു മാങ്ങയാണ് കേട്ടോ. നമ്മളിവിടെ നട്ടിട്ടുണ്ട്, 2 തൈ വീട്ടിൽ നട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഓൾറെഡി ഒരുപാട് മാവുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ കായ്ഫലം തന്നിരുന്നെങ്കിലും ഇപ്പോൾ ഒക്കെ വയസ്സായി മാവുകൾക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും തന്നെ അങ്ങനെ കായ്ഫലം തരണില്ല. അപ്പോൾ നമ്മൾ പുതിയത് പ്ലാന്റ് ചെയ്യണ്ടേ. അപ്പോൾ അത് കാരണം ഞാനും അപ്പയൊക്കെ ചേർന്നിട്ട് പുതിയത് കുറച്ച് മാവുകൾ പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അതൊക്കെ വലുതായി വരണം. ഇത് കണ്ടോ, പായിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റി മാങ്ങയാണ്. ഈ മാംഗോ ഫെസ്റ്റിന് പോയപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ ഈ ഓരോ മാങ്ങയുടെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ട്. കണ്ടോ, അവിടെ ചെത്തി വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ, കാലാപ്പടി എന്നാണ്. പക്ഷേ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കോലാപ്പടി എന്നാണ്. അങ്ങനെയല്ല, കാലാപ്പടി എന്നാണ്. വില അവിടെ കൊടുത്തിട്ടുണ്ട്, കിലോ 340. അപ്പോൾ പക്ഷെ നമുക്കിത് ടേസ്റ്റ് ചെയ്തെടുക്കാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. അതൊരു വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് മധുരം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതിയല്ലോ. അല്ലാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടു അല്ലേ. ആഫ്റ്റർ ഓൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തീരുന്ന ഒരു സംഭവമാണല്ലോ. സേലം മാങ്ങ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ ഉണ്ടാവണില്ല എന്നുള്ളൂ. എങ്കിലും ഇതിന് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലാത്തൊരു മാങ്ങയാണ്. പുളി എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ അയൽവക്കത്ത് പോലും പോയിട്ടില്ലാത്തൊരു മാങ്ങയാണ്. ഓരോ മാങ്ങയ്ക്കും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. അതെ, ആമ്പൂർ നീലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ ആമ്പൂർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്ഥലപ്പേരാണെന്ന് തോന്നുന്നു. പക്ഷേ നീലം ആസ് സച്ച് ഈസ് എ വെരി ഗുഡ് മാംഗോ. എനിക്കത് വളരെ ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലൊരു തൈമാവുകൾ സാധാരണ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇക്കുറി അധികം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതെന്തോ പ്രത്യേക തരത്തിലുള്ളൊരു മാങ്ങയാണ്. വായിൽ കൊള്ളുന്നില്ല അതിൻ്റെ പേര്. നിങ്ങൾക്ക് ആ ബോർഡ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ബോർഡിൽ കാണാം കേട്ടോ. വായിക്കൊള്ളാത്തൊരു പേരായിരുന്നു. കണ്ടോ, ആ പേരാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്നും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എല്ലാം നമ്മൾ അങ്ങനെ ചെന്ന് ടേസ്റ്റ് ചെയ്യണത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളെല്ലാം ഒന്നും മേടിക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്ന് തോന്നിയത് മാത്രമേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. എല്ലാം ഒന്നും ഞാൻ ചെയ്തിട്ടുമില്ല. ഇത് നമ്മുടെ സിന്ദൂരം മാങ്ങയാണ്. സിന്ദൂരം എനിക്ക് തോന്നുന്നു ഇക്കുറി ഒരുപാടുണ്ട്. സിന്ദൂരം നല്ല മാങ്ങയാണ്, വിലക്കുറവാണ്, 120 രൂപയെ കണ്ടുള്ളൂ. അപ്പോൾ അത് തന്നെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഇത്രയും വില കൂടിയ മാങ്ങകൾക്കിടയിലും നമുക്ക് സാധാരണക്കാരനായ ഒത്തിരി മാങ്ങകളുണ്ടായിരുന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ വെറൈറ്റി മാങ്ങകളാണ്. പിന്നെ ബങ്കനപ്പള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബങ്കനപ്പള്ളിയൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള മാങ്ങയാണ്. ആ ചെത്തിയിരിക്കുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ തരുന്നതാണ്. ഒരു ചെറിയ പൂള് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. ആ പൂള് എന്നിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ആ തൊലിയൊക്കെ നമുക്ക് ഇടാനായിട്ടാണ് അടുത്തൊരു ബാസ്ക്കറ്റ് വെച്ചിരിക്കുന്നത്. സിന്ദൂരത്തിൻ്റെ ആ ഒരു ടംബ്ലേഴ്സ് പല 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 ഭാഗങ്ങളിലായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിന്ദൂരം കുറച്ച് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഇത് ഓൾമോസ്റ്റ് ഒക്കെ തീർന്നു. നമ്മുടെ ഫേമസ് ചന്ദ്രക്കാരനാണ്. ചന്ദ്രക്കാരൻ്റെ ആ സ്മെല്ലിലൂടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാങ്ങയാണത്. അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മാങ്ങ. പക്ഷേ ഇത് ഓൾമോസ്റ്റ് തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൽ നിന്ന് എടുക്കാതിരുന്നത്. ഇനിയുള്ളതൊക്കെ പിരിവ് പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം അത് ഓൾറെഡി തീർന്നല്ലോ. കണ്ടോ, അത് ഓൾറെഡി തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ അത്. പിന്നെ എക്സിബിഷൻ ടൈം തീരാറായല്ലോ, 19-ാം തീയതി വരെയല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ അവർ തീർക്കണമായിരിക്കും. ഇത് കണ്ടോ, ദസേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാങ്ങയാണത്. പിന്നെ ഇത് നമ്മുടെ ലോക്കലിനല്ല, ഒന്നുമില്ലാത്തപ്പോഴൊക്കെ ഭയങ്കര കാര്യമാണ് നമുക്ക് ആ മാങ്ങ. മൂവാണ്ടനായിരുന്നു അത് കണ്ടത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഒരു വെറൈറ്റി മൽഗോവയാണ്. മൽഗോവ എന്ന് എഴുതിയിട്ടുണ്ട്, എവിടത്തെയാണെന്ന് നമുക്കറിയില്ല. നാടൻ മൽഗോവ വേറെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്തായാലും അത് നാടനല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ മാങ്ങയാണ്. എന്താണ് ഈ പേരിൻ്റെ പ്രത്യേകത എന്നൊന്നും എനിക്കറിയില്ല. ഇതേതാണ്? ഇത് ആന്ധ്ര പ്രിയൂരാണ്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പ്രിയൂർ മാങ്ങ. പക്ഷേ ഇപ്പോൾ ഒന്നും അതിനകത്തൊന്നും ഒട്ടും ഉണ്ടാവണില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാവുകളൊക്കെ ഒത്തിരി പഴകി, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ഉണ്ടാവാത്തത്. ഇതും ഒരു നല്ല ഭംഗിയുണ്ട്, നല്ല ഒരു നാട്ടുമാങ്ങ ലുക്കൊക്കെ ഉണ്ട്. കല്ലുകെട്ടി എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഇത് കണ്ടോ, സുവർണരേഖ. ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് അത് സുവർണരേഖ മേടിക്കായിരുന്നു എന്ന് തോന്നുന്നു. കാരണം
അത് അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞാൻ മാംഗോ ഫെസ്റ്റിന് വന്നപ്പോൾ അത് കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കണ്ടോ, ഒരു മാങ്ങയുടെ പേര് വാഴപ്പൂവ്. നമ്മുടെ ആ കൊടപ്പനില്ലേ, ഇവിടെ കൊടപ്പൻ എന്നാണ് സ്ഥിരം പറയണത്, ചില സ്ഥലത്ത് വാഴപ്പൂ എന്നൊക്കെ പറയുന്നു തോന്നുന്നു. അതിൻ്റെ ആ ഒരു ഷേപ്പാണ് അതിന്, അതുകൊണ്ടാണ് പറയുന്നത്. കണ്ടോ, സിന്ദൂരം ഒരുപാട് സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ സൗന്ദര്യമാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അത് ഒത്തിരി പ്രൊഡക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇക്കുറി. പിന്നെ ഇത് അടുത്ത ഇത് നമ്മുടെ ശാന്തി മൽഗോവ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ പേര് അതിന് വന്നതെന്ന് എനിക്കറിയില്ല. മേ ബി വല്ല സ്ഥലത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളൊക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. ബദാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാങ്ങയാണ് ഇത്. പണ്ട് മാംഗോ ഫെസ്റ്റിന് ഞാൻ വന്നപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിരുന്നു. അത് ഒരു ബദാമിൻ്റെയൊക്കെ ചെറിയൊരു ടേസ്റ്റ് വരുന്ന ടൈപ്പ് ഒരു മാങ്ങയായിരുന്നു. ഇക്കുറി ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, പക്ഷെ അന്ന് അതിന് നല്ല മധുരം ഉണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന മാങ്ങകളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായ മാങ്ങകൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണുണ്ടെങ്കിൽ പറയണതേ, വീണ്ടും മൽഗോവ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും അതുപോലെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ളതുമായ മാങ്ങകൾ ഏതൊക്കെയാണെന്ന് പറയണതേ. അംബിക UP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാങ്ങയാണ്. എന്തുകൊണ്ടാണ് ഈ മാങ്ങയ്ക്ക് ഈ പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു സത്യത്തിൽ. അതൊരു വെറൈറ്റി നെയിമായിട്ട് തോന്നി, അതുകൊണ്ട് അതേ നമ്മുടെ തോട്ടാപ്പുരി. ഈ തോട്ടാപ്പുരിയും സേലം മാങ്ങയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എനിക്കറിയില്ല കേട്ടോ. രണ്ടും ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കണം. ഇത് ആന്ധ്രാപ്രയൂര്. ഇതിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യം, അതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്തത്. നമ്മുടെ ബെങ്കരംപിള്ളി പുറം നാട്ടിലെ മാങ്ങയാണെങ്കിലും നമുക്കിപ്പോൾ ഇത് ഞെട്ടുകുഴിയൻ, നമുക്കിപ്പോൾ ബെങ്കരംപിള്ളി ഒരുപാട് അവൈലബിലിറ്റി ഇപ്പോൾ നമുക്ക് നാട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് മിക്കവാറും ഇപ്പോൾ വാങ്ങും. എനിക്കിഷ്ടമാണ്. വാട്ടർ കണ്ടന്റ് കൂടുതലാണെന്ന് അപ്പം എപ്പോഴും പറയും അതിനകത്ത്. ഇത് കൽനീലം എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. പേര് കേട്ടപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു അത് മേടിക്കായിരുന്നു. മേ ബി അതിന് മധുരം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് അതിൻ്റെ നിറമൊക്കെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒന്നും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേട്ടോ. ഇതിന് കിലോ 220 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ട് വീണ്ടും വേറെ കാലാപ്പടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലാപ്പടി ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ ഒരു പച്ച നിറം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോ വെറൈറ്റി അതിൻ്റെ അകത്ത് ആ ബോർഡിലുണ്ട് കേട്ടോ. ബോർഡിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓരോന്നിങ്ങനെ നടന്ന് പോയി കാണുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ മല്ലിക നല്ല കേട്ടോ, നല്ല സ്വീറ്റാണ്. ബെങ്കരംപള്ളിയുടെ അത്രയും വാട്ടർ കണ്ടൻറ്റ് അതിനില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കണ്ടോ, സിന്ദരി UP എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാങ്ങ. നേരത്തെ നമ്മൾ അംബിക UP കണ്ടില്ല, അതുപോലെ. തോട്ടാപ്പുരി അധികം ഇരിപ്പുണ്ട്. പിന്നെന്താണ്, കച്ചമിട്ട. അതൊക്കെ എന്ത് വാങ്ങിയാണോ അല്ലേ, അത് എന്താണാവോ അതിൻ്റെയൊക്കെ പേരിടലിൻ്റെ ആധാരം എന്നെനിക്കറിയില്ല. ഇതാണ് നമ്മുടെ നാടൻ മൽഗോവ. മേ ബി കേരളത്തിലെ ആയിരിക്കാം. ഇപ്പോൾ പല വീടുകളിലും ഉണ്ട് കേട്ടോ ഈ മൽഗോവ മാങ്ങയുണ്ട്. നമ്മളിവിടെ നട്ടിട്ട് അതങ്ങ് ഉണ്ടാവണില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ചോല കൂടുതലാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. നിറയെ മാവും മരങ്ങളും ഒക്കെ നിൽക്കുന്നവരാണ്. ഇതേ തത്തച്ചുണ്ടൻ. ഈ മാങ്ങ ഉണ്ടോ, ഈ മാങ്ങയിൽ എവിടെ എന്ത് കണ്ടിട്ടാണ് ഇതിന് തത്തച്ചുണ്ടൻ എന്നുള്ള പേര് വന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. കാരണം ഇതിന് ഒരു തത്തച്ചുണ്ടൻ്റെ ഷേപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നേയില്ല. അതാണ് ഞാൻ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറ കേട്ടോ. എനിക്കത് തോന്നിയേയില്ല. തത്തച്ചുണ്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ വരുന്ന ഒരു പിങ്കിഷ് കളറൊക്കെയാണ്. ഇവിടെ കിളിച്ചുണ്ടൻ എന്നൊക്കെ പറയണ പോലത്തെ പിങ്കിഷ് കളറൊക്കെയാണ്. അതേ കണ്ടോ, ഹിമാപസന്തിൻ്റെ വില ഉണ്ടോ, 400+ ഉണ്ട് അതിൻ്റെ റേറ്റ്. നല്ല റേറ്റ്, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. സരോളി സൈഡിലും കുറേ ഇരിപ്പുണ്ട്. പിന്നെന്താണ്, നൗറാസ്, പിന്നെ ഗുലാബ് ഖാസ്, പിന്നെ അങ്ങനെ പല വെറൈറ്റി അടുത്തിരിപ്പുണ്ട്. ദസരി, അങ്ങനെ പല ടൈപ്പുകൾ. അതേണ്ട ദസരി ആന്ധ്ര സ്പെഷ്യലാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാനത് പിന്നീടാണ് കണ്ടത്. പിന്നെ അതുപോലെ ബോംബെ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാങ്ങ. എന്താണാവോ അതിൻ്റെ പ്രത്യേകത അറിയില്ല. അങ്ങനെ പല ടൈപ്പ്. ചന്ദ്രക്കാരന് ഇപ്പോഴും ആൾക്കാരത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും. വളരെ ഫേമസ് ആയിട്ടുള്ള മാങ്ങയാണുള്ളത് ഹരിവങ്ക. ഇതൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. അത് UP-യിലാണ് കേട്ടോ. അതവിടെ എഴുതിയിട്ടുണ്ട്, ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. UP-യിലാണ് ആ മാങ്ങ. അതിൻ്റെ റേറ്റ് കണ്ടോ, 930 രൂപയാണ്. മേ ബി എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ആയിരിക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ. കാരണം എനിക്കും കൂടി മനസ്സിലാക്കാനാണ്. കൽക്കണ്ടം ഇരിക്കുന്നത്, നമ്മുടെ കൽക്കണ്ടം മാങ്ങയാണ് കേട്ടോ. മറന്നല്ലേ. ഞാനപ്പോൾ ഓടി നടന്ന് ഇതിൻ്റെ ഇടയിൽ സെലക്ട് ചെയ്ത് കുറേയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ കവർ വെച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കവറിലേക്ക് ഇടാം. അപ്പോൾ അവർ ഏത് മാങ്ങയാണോ അതിൻ്റെ ആ ടാഗ് ആ കവറിൻ്റെ ഉള്ളിൽ ഇട്ട് തരും. എന്നിട്ട് ഫൈനലിയാണ് നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോണേ. നടശാല, നമ്മൾ പറയണത് നെടിശാല എന്നാണ് കേട്ടോ. നല്ല സൂപ്പർ മാങ്ങ. നമ്മുടെ വീട്ടിലുള്ള മാങ്ങയാണ്, പക്ഷെ ഇത്തവണ കാച്ചിട്ടില്ലാന്നേ ഉള്ളൂ.
പക്ഷേ മാംഗോ ഫെസ്റ്റിൽ ആ ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം വെറൈറ്റി ഓഫ് ഒരുപാട് എക്സിബിഷൻ പ്രൊഡക്റ്റുകൾ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അധികം നോക്കിയില്ല. പിന്നെ മാവിൻ തൈകൾ ഒരുപാട് വിൽപ്പനയ്ക്കുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൽ കൂടുതലും ഹോം ഗ്രൗണ്ടിൻ്റെയാണ് ഞാൻ കണ്ടത്. പിന്നെ തൃശ്ശൂരിൽ നിന്ന് മണ്ണുത്തി എന്നുള്ളതും ഉണ്ടെന്ന് പറഞ്ഞു. മാവ് മാത്രമല്ല ചക്കയൊക്കെ ഉണ്ടായി കിടക്കണുണ്ട്. നല്ല രസം അത് കാണാനായിട്ട് അല്ലേ. അപ്പോൾ ഡങ് സൂര്യയൊക്കെയാണ് അത് ഹോം ഗ്രൗണ്ടിൻ്റെ. നമ്മൾ നട്ടിട്ടുണ്ട് അതിനകത്ത്. ചക്ക മിക്കവാറും എനിക്ക് അവിടെ എനിക്ക് തോന്നുന്നത് അവിടെ ഉള്ളതിൽ മിക്കതും നമ്മൾ നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മാവുകൾ അനേകം വെറൈറ്റി മാവുകൾ വിൽപ്പനയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും ഞാൻ പോയി നോക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് കിടക്കുന്ന മിയാസാക്കി മാംഗോയെ. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. മിയാസാക്കി മാവിൻ തൈകൾ ഇവിടെയോ? നിങ്ങളൊന്ന് ശരിക്കും നോക്കിക്കോട്ടോ. 8000 രൂപ വിലയുള്ള തൈയാണത്. ഈ മിയാസാക്കി മാങ്ങയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ത്യയിലെ ഏതോ രാജസ്ഥാനിലോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു അത് കാച്ചിരിക്കുന്നതായിട്ട് ന്യൂസ് റിപ്പോർട്ടിൽ കണ്ടത്. 1 കിലോ മാങ്ങയ്ക്ക് 2.25 ലക്ഷം രൂപയാണ് കേട്ടോ. ഇത് നാംഡാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി മാങ്ങ തൈയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഫേമസ് ആണ്. ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട് നാംഡാക്കിനെ പറ്റിയിട്ട്. മിയാസാക്കി അതുപോലെ വളരെ റെയറായിട്ടാണ് ഇത് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ. ആ മാവിൻ തൈ കണ്ടതിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. മേടിക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും 8000 രൂപ കൊടുത്ത് മേടിക്കാൻ മനസ്സ് അനുവദിക്കില്ലല്ലോ നമുക്ക്. കാരണം സപ്പോസ് ഇനിയിപ്പോൾ എങ്ങാനും അതുണ്ടായിട്ട് ഒറിജിനൽ മിയാസാക്കി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ 8000 രൂപ പോയില്ലേ. അതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക്. ഒരു സാധാരണക്കാരിയുടെ മനസ്സായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ മേടിക്കണമെന്ന് വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്നു. മിയാസാക്കിനെ പറ്റി ഒരുപാട് ഞാൻ തിരഞ്ഞിട്ടുണ്ട് പണ്ട് ഇങ്ങനെ ഒരു ന്യൂസൊക്കെ കേട്ടതിന് ശേഷം. അപ്പോൾ നിങ്ങൾ ശരിക്കും കണ്ടോ ആ മാവിൻ തൈ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ കുറേ വിവരങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. വളരെയധികം സൗന്ദര്യമുള്ളൊരു മാങ്ങയാണ്. അധികം ഉണ്ടാവില്ല എന്നും തോന്നുന്നു കേട്ടോ ഒരു മാവിൽ. ഈ മാങ്ങകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അറിയാമെങ്കിൽ എന്നോട് പറഞ്ഞു തരാം കേട്ടോ. മാങ്ങ ചക്ക മാത്രമല്ല നല്ല ഭംഗിയുള്ള പൂക്കളും ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ തിരുമേനീസ് പായസം കൗണ്ടറാണ്. പായസം കുടിക്കണോ വേണ്ടയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ കുറേ നേരം അവിടെ നിന്നു. പക്ഷേ ഞാൻ കുടിച്ചില്ല. കാരണം മധുരം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഷുഗർ ഡയറ്റൊക്കെ ചെയ്യും. ഇടയ്ക്ക് കുറച്ച് നാളത്തേക്ക് കേട്ടോ. പിന്നെ ഞാനതങ്ങ് പതുക്കെ റിലീസ് ചെയ്യും. പിന്നെ വീണ്ടും ഞാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ഒരു ശീലം എനിക്ക് ഇടയ്ക്കുണ്ട്. അപ്പോൾ ഇപ്പം ഞാനൊരു ഷുഗർ ഡയറ്റിലായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എനിക്കിത് ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ പാലടയാണ് അവർ വേറൊരു കസ്റ്റമറിന് വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചെന്നാണ്. കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ കൊതി വരുന്നുണ്ട്. ഇത് കഴിക്കായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. തിരുമേനീസ് പായസം ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒത്തിരി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാറുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. എന്നിട്ട് പതുക്കെ ഇങ്ങോട്ട് പോന്നു. അവിടെ നിന്ന് മേടിച്ച മാങ്ങകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് പറ. ഇല്ലെങ്കിൽ കണ്ടോ ഏതൊക്കെയാന്ന്. അധികം ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. എല്ലാത്തിൽ നിന്നും 2-3 വീതമൊക്കെ എടുത്തിട്ടുള്ളൂ. വെയിറ്റ് കൂടുന്നതനുസരിച്ച് വിലയും ഉണ്ടായിരുന്നു. ആ ഫെസ്റ്റിവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. കാരണം അതിനകത്ത് ഓരോന്നിലും റേറ്റ് എഴുതിയിട്ടുണ്ട്. പലരും ഇതിനോടകം അത് പോയി കണ്ടിട്ടുണ്ടാവും. ബേസ് ഉള്ളവരൊക്കെ മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്. 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ആരോ കമന്റ് ഇട്ടായിരുന്നു അമ്മയ്ക്ക് ഒരു മൈക്ക് വാങ്ങിച്ചു കൊടുത്തുകൂടെയെന്ന്. എനിക്ക് മൈക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോ എടുക്കണതിൻ്റെ അടുത്ത് നിന്ന് പറയുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് കിട്ടും. ചിലപ്പോൾ ഞാൻ മറ്റ് റൂമുകളിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാതെ പോണത്. പിന്നെ എനിക്ക് സ്വതവേ സൗണ്ട് ഉള്ള ആളാണത്. ജനറലായിട്ട് പലർക്കും വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പല സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടാത്തത് കൊണ്ടാട്ടോ അതാ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഡെയിലി വ്ളോഗ് വീഡിയോകൾ ചെയ്യുമ്പോൾ നമുക്ക് മൈക്ക് വെച്ചത് ചെയ്യുക പ്രാക്ടിക്കൽ അല്ല. ഇതുപോലെ നമ്മൾ ഇരുന്നൊക്കെ ചെയ്യുമ്പോഴാണ് മൈക്ക് കൂടുതലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഒരു റെസിപ്പി അല്ലെങ്കിൽ ഒരു വീഡിയോ മാത്രമാണ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം സാധിക്കും നമ്മളെ സംബന്ധിച്ച്. ഇത് ഞാൻ പറയാറുണ്ട്, വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ ആണ് വീഡിയോ എടുക്കുന്നത്. ഞാനിത് എടുക്കാൻ പ്രാപ്തയല്ല. ഇപ്പം ഇവളുടെ ഹെൽപ്പോട് കൂടിയാണ്, ഇവളാണ് കംപ്ലീറ്റ് ആ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുന്നത്. അപ്പം സാറ്റർഡേ സൺഡേ മാത്രം അതിന് സാധിക്കുകയുള്ളൂ. അപ്പം നീ പറഞ്ഞതുപോലെ 1-2 എടുക്കുമ്പോഴത്തേക്കും തന്നെ ഇതാകും നമ്മൾ. പിന്നെ വീഡിയോ ഡെയിലി ഇങ്ങനെ പറയുമ്പോൾ ചിലർ ചോദിക്കും നിങ്ങൾക്ക് ഡെയിലി പിന്നെ വീഡിയോ എന്തിനാണ് ഇടണേന്ന്. അങ്ങനെ കമൻറ്റുകളിൽ ഞാൻ കാണാറുണ്ട്. ഡെയിലി വീഡിയോ ഇടുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. നിങ്ങൾ ആ ടൈം നോക്കിയിരിക്കുന്നത് പലരുടെ കമൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാറുണ്ട്. ചില ദിവസം ഡിലേ ആകുമ്പോൾ നെറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ വരുമ്പോൾ ചില ദിവസം 1:30 എന്നുള്ളത് ചിലപ്പോൾ 2-2:30 ആവാൻ സാധ്യതയുണ്ട്. അപ്പം അവർ പറയും നോക്കിയിരിക്കുമായിരുന്നു.
അപ്പൊ ഡെയിലി വീഡിയോ ഇടണം ഞങ്ങൾക്കും ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സാറ്റർഡേ സൺഡേ ഫുൾ ലോഡായിട്ട് ഇത് ചെയ്യണം കേട്ടോ. അപ്പൊ ഓക്കെ, അത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പോ മൈക്ക് വെച്ചോണ്ട് ചെയ്താൽ കുറെ സാധനങ്ങൾ അതിലേക്ക് വീഴും, കറി വീഴും, ചിലപ്പോ ചോറ് വീഴും. അതൊന്നും നമുക്ക് മാനേജബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല. ഇരുന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കറക്റ്റാ മൈക്ക് വെക്കാം. ഇനി നമുക്ക് ഇയർഫോൺ വെച്ചാൽ നന്നായിട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ കേൾക്കാൻ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇയർഫോൺ വെച്ച് നോക്കുക, നിങ്ങൾക്ക് നന്നായി കേൾക്കാം. മറ്റു റൂമുകളിൽ ഇരുന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒട്ടും ക്ലിയർ ആവണമെന്നില്ല. നിങ്ങൾ പറയണത് പൂർണ്ണമായിട്ടും ശരിയാണ്. അപ്പൊ ഈ റൂമിൽ തന്നെ ഇരുന്ന അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത് തന്നെ നിന്നാ പറയണമെങ്കിൽ ക്ലിയർ ആയി കിട്ടും കേട്ടോ. ഇതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ തന്നെ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളത് നമ്മളിനി മാക്സിമം അടുത്ത് തന്നെ നിന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ വീഡിയോയും കിച്ചണിലെ ചൂടും ഫാനൊക്കെ ഇട്ടാലും നിങ്ങൾക്ക് അറിയാലോ, ചൂടുകാലത്ത് 2 മണിക്ക് മറ്റേ ഉച്ചയ്ക്ക് കുക്ക് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി നമ്മളെ ക്ഷീണിക്കും മൊത്തത്തില. ഇപ്പൊ ഇനിയിപ്പോ മഴയൊക്കെ പെയ്തത് കൊണ്ട് ചെറിയൊരു തണുപ്പായി, അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് ഓക്കെ വീഡിയോയിലേക്ക് വരാം. കണ്ടിട്ടില്ല ഈ മാങ്ങ. ഇത് കണ്ടിട്ടില്ലേ? ജഹാംഗീർ അല്ലേ? ദിസ് ഈസ് അവർ ഫേമസ് മൽഗോവ. ആ മൽഗോവയാണോ ഇത്? എന്നാ വിലയെന്നറിയോ? 1 കിലോ 300 രൂപ. മൽഗോവ മാങ്ങേ. അപ്പൊ നടക്കാൻ പോകുമ്പോ നമ്മുടെ ഇതിലേ പോകുമ്പോ അവിടെ ഒരു കുരിശുംതൊട്ടിൽ അവിടെ ഒരു വീടിന്റെ അവിടെ ഉണ്ട്. അപ്പൊ ഇന്നാള് അപ്പ ഏത് മാങ്ങയെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു മൽഗോവിയ ചേട്ടാന്ന്. അപ്പൊ ഇവിടെ വേണമെന്ന് ചോദിച്ചപ്പോ അപ്പൊ പറഞ്ഞു വേണ്ട, ഞാൻ തൈ നട്ടിട്ടുണ്ട്, ഇതിന്റെ ഉണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ, ചുമ്മാ കണ്ടപ്പോ ചോദിച്ചാണ്. കേടുണ്ടെന്നോ? നല്ല മാങ്ങയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് മുറിച്ച് നോക്കാം. അടുത്തത് ഏതാണ്? പച്ച നിറാണോ അതിന്? പച്ച നിറാണെങ്കിൽ അത് കാലാപ്പടിയാണ്. വില എഴുതിയിരിക്കണത് വില 340 ആണോ അതിന്? കാലാപ്പടി നല്ല മധുരമൊക്കെ ഉണ്ട് ഇതിന്. ഇതാണ് കാലാപ്പടി. അത് അമ്മയ്ക്ക് പറയാൻ പറ്റില്ലാത്തൊരു മാങ്ങയാണ്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. സ്ലിപ്പുണ്ട്. ഇല്ലാന്ന് തോന്നുന്നു. അതിന് 220 രൂപ 1 കിലോ. ഇത് പഞ്ചാര വരിക്ക. നല്ല മധുരം അതിന്. ടേസ്റ്റ് ഒക്കെ തന്നു, ടേസ്റ്റ് ചെയ്യാൻ തന്നു. അവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം. അപ്പൊ നമുക്ക് മധുരം ഉള്ളത് നോക്കി എടുത്താൽ മതിയല്ലോ. കാലാപ്പടി. പഞ്ചസാര വരിക്ക. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ പഞ്ചസാര വരിക്ക. ഇത് കാലാപ്പടി, ഇത് മൽഗോവ. 3 ടൈപ്പ് മാങ്ങയാണ് വാങ്ങിച്ചത്. ഞാൻ വേറൊരു കാര്യം പറയാം, നിന്നെ ഞെട്ടിക്കണ വേറൊരു സംഭവം പറയാം. ഈ മാങ്ങകളൊക്കെ ആയിട്ട് നീ വൈകിട്ട് വന്നില്ലേ, അപ്പയായിട്ട് സന്ധ്യ ആയപ്പോ വന്നിറങ്ങിയില്ലേ? ഇറങ്ങിയപ്പോ നിന്റെ അമ്മാച്ചൻ, അതായത് എന്റെ ഏക സഹോദരൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനെ? ഒരാഴ്ച മുമ്പ് വീട്ടിൽ പോയിച്ച് പോന്നേ ഉള്ളൂ. അന്നേരം ആയില്ലായിരുന്നു, പറിക്കാൻ പറ്റിയില്ല. അവിടെ മൂവാണ്ടമാങ്ങയായിട്ട് അവിടെ മുറ്റത്ത് കിടക്കണ ഒരു ചന്ദ്രക്കാരൻ വീണ നമ്മൾ പിറക്കി എടുത്തില്ലേ. അപ്പൊ മൂവാണ്ടമാവിൽ ഇവിടെ ഇത്തവണ മാങ്ങയില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മൂവാണ്ടമാവേലെ മാങ്ങ പൊട്ടാതെ തോട്ടിയും കൊണ്ട് പറിച്ച്, തൈമാവ തോട്ടിയും കൊണ്ട് പറിച്ച് ഒരു കിറ്റില് കുറച്ച് മാങ്ങയായിട്ട് വന്നായിരുന്നു. അപ്പൊ കഴിഞ്ഞ എൻ്റെ അപ്പച്ചൻ്റെ ഡെത്ത് ആനിവേഴ്സറിയും എൻ്റെ കൊച്ചപ്പൻ്റെ ഡെത്ത് ആനിവേഴ്സറിയുടെ വീഡിയോ ഇന്ന് എത്രാം തീയതി? 17 മെയ് 17-ാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ വീഡിയോ റിലീസായപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് എനിക്ക് എത്ര കൂടപ്പുറപ്പുകളുണ്ടെന്ന്. എനിക്ക് സ്വന്തമായിട്ടുള്ള കൂടപ്പുറപ്പ് ഞങ്ങൾ 2 മക്കളാണ്, ഒരാങ്ങളെ ഒരു പെങ്ങളും. ഞങ്ങൾ 2 പേര്, ഒരപ്പൻ്റെ അമ്മയുടെ ആയിട്ടുള്ളത് 2 മക്കൾ ഞങ്ങള്. പിന്നെ അതുകൂടാതെ കൊച്ചപ്പന്മാരുടെ മക്കളും അമ്മായിമാരുടെ മക്കളുമായിട്ട് 3, 2, 5, 2, 7, 2, 9 പേരുണ്ട് വേറെ. ഞങ്ങൾ 2 പേര് കൂടാതെ 9 പേര്. അമ്മായിമാരുടെ 3, 2, 5 പേര്. പിന്നെ ഒരു കൊച്ചപ്പന് ഒരു മകനും ഒരു മകളും, ഒരു കൊച്ചപ്പന് 2 ആൺമക്കള്. ആ പിറവത്തുള്ള ആ 2 ആൺമക്കളിൽ ഒരു കൊച്ചപ്പന്റെ മോനാണ് മരിച്ചു പോയത് കഴിഞ്ഞ വർഷം. അപ്പൊ എത്ര കൂടപ്പുറപ്പുണ്ടെന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. 2 പേരാണ് ഞങ്ങള് സഹോദരി സഹോദരന്മാർ. എൻ്റെ മൂത്തതാണ് എൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ ഇളയാള്. ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവർ കസിൻ ബ്രദേഴ്സാ. അപ്പൊ അതിൽ ആരോ ആ ചോദിച്ചതിൽ തന്നെ ഇട്ടിട്ടുണ്ട് നീല ചുരിദാർ ഇട്ട് നിൽക്കണേ ആരാണ്? അത് എൻ്റെ കൊച്ചപ്പന്റെ മകളാണ്. അമ്മായിമാർക്കും കൊച്ചപ്പന്മാർക്കും അപ്പന്മാർക്കും എല്ലാവർക്കും കൂടെ
ഈ ഇത്രയുള്ള ആങ്ങളമാർക്ക് കൂടി 2 പെങ്ങന്മാരാ ഞങ്ങളുള്ളത്. അവള് സൂസൻ എന്നിലും 14 വയസ്സിനുള്ളപ്പാവൊക്കെ, പിന്നെ ഞാനും, പിന്നെ ബാക്കി എല്ലാ ആണുങ്ങളാട്ടോ. അമ്മായിമാർക്ക് ആണുങ്ങളെ, മറ്റേ കൊച്ചപ്പനും ആ മക്കളാ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ മറുപടി ഞാൻ വീഡിയോയിലൂടെ മറുപടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അപ്പൊ നീ ഇത്രയും മാങ്ങകൾ കൊണ്ടുവന്നു. അപ്പൊ നീ കൊണ്ടുവന്നതിന് നീ വരുന്നതിന് മുമ്പ് തന്നെ മാങ്ങയായിട്ട് ഇവിടെ ആളിരിക്കും. അപ്പൊ ഞാൻ ഇത്രയും കൊണ്ടുവന്നത് നന്നായി. ഏതായാലും കുറച്ചല്ലേ ഉണ്ടോന്നുള്ളൂ. ഇത് കൊറേ ഉണ്ടല്ലോ, അമ്മയ്ക്ക് എടുത്താ പൊങ്ങണില്ല. എല്ലാം നല്ല പാകത്തിന് നല്ല പാകം ഉള്ളതാ. ഓവർ പഴുത്തിട്ടില്ല, ഒട്ടും പഴുത്തില്ല. ചെനച്ചതാന്ന് പറഞ്ഞു. കറി വെക്കാൻ അതുകൊണ്ട് കറക്കി അരിഞ്ഞിടാനൊന്നും വെക്കല്ലേ, മാറിപ്പോയില്ല. എനിക്കറിയാം, മാറുമൊന്നുമില്ല. മോണ്ടം കണ്ടറിയാൻ മേലേ. തോരണം മാത്രം വെച്ചാൽ തന്നിട്ടുള്ളത്. മോളിൽ നിന്ന് വീണ് പറിച്ചതാന്ന് പറഞ്ഞു തോട്ടിയിലേ. നെടുമ്പോട് കൂടിയാ. കൊള്ളാം. അപ്പൊ ഇന്നൊരു മാമ്പഴ കാലാണല്ലോ നമ്മുടെ വീട്ടിൽ. മാമ്പഴ ഉത്സവം. ഇല്ലെങ്കിലും മേടിച്ച മാങ്ങ വരവ് മാങ്ങ. അതെ, മാമ്പഴ ഉത്സവം. പല വെറൈറ്റി മാങ്ങ ഉള്ളതുകൊണ്ട് ചുമ്മാ പറഞ്ഞ കേട്ടോ. പഞ്ചാര വരിക്ക, മൽഗോവ, കാലാപ്പടി, മൂവാണ്ടൻ. പിന്നെ എന്നാ വേണം? മൂവാണ്ടൻ പറമ്പിൽ നിന്ന് മുറ്റത്ത് നിൽക്കണം. മൂവാണ്ടനിൽ നിന്ന് തോട്ടി കൊണ്ട് വലിച്ചു പറിച്ചു കൊണ്ടുവന്ന മൂവാണ്ടൻ. ഇത് വാങ്ങിച്ച മാംഗോ ഫെസ്റ്റിലെ മാമ്പഴം. ഓക്കെ, മാംഗോ ഫെസ്റ്റും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ, അതായത് മെയ് 19 വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ. അപ്പൊ അതിന്റെ ടൈമിംഗ് ഒക്കെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ള ക്ലിപ്പിങ്ങിലും ഉണ്ട്. അപ്പൊ നിങ്ങളത് നോക്കാം. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. അപ്പോൾ കണ്ട കാഴ്ചകൾ നിങ്ങളെയും കൂടി ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം പറയണമെന്ന് പറയുമ്പോഴേ ഞങ്ങൾ ചില സമയത്ത് വിട്ടുപോണത് കൊണ്ടാട്ടോ. വൈൻഡപ്പ് ചെയ്യണത് പറയണത് എപ്പോഴും നല്ലതാണ്. ചിലപ്പോൾ വിട്ടുപോകും, അതുകൊണ്ടാട്ടോ പറയാത്തത്. അപ്പൊ എല്ലാവരും നാളെ പുതിയൊരു വീഡിയോ കാണുന്നത് വരെയും പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ശുഭരാത്രി അല്ലേ?